ഹായ് ഫ്രണ്ട്സ്, എപ്പോഴും ഒരേപോലെയുള്ള പായസം വെക്കാതെ ഇതുപോലെ കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമൊക്കെ ചെയ്ത് നോക്കൂ. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് കാരമൽ പായസത്തിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ കാരമൽ ഉണ്ടാക്കിയെടുക്കണം. ഒരു പാത്രത്തിൽ ഒരു തവി പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഒരു അരത്തവിയോളം വെള്ളം കൂടെ ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഗ്യാസ് ഓൺ ആക്കണം. അത് തന്നെ ഒന്ന് മെൽറ്റാകും. മെൽറ്റായതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ആദ്യമേ കുറച്ച് പതയൊക്കെ വരും. ഒന്ന് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണേ. പത വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിടുക. ഇനി അത് കുറേശ്ശെയായിട്ട് ബ്രൗൺ ആകാനായിട്ട് തുടങ്ങും. ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. എല്ലാ ഭാഗത്തും ഒരുപോലെ ബ്രൗൺ ആയി കിട്ടണം. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ കുറച്ചിടുക. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേന് ഗ്യാസ് അങ്ങ് ഓഫാക്കി ഇടണേ. ഇനി ഇതിലൊരു അരത്തവി വെള്ളം ആദ്യമേ ഒഴിക്കുക. ഒന്ന് ചൂട് കുറയാൻ വേണ്ടി ഒരല്പം മാറി നിന്ന് വേണം ഒഴിക്കാനായിട്ട്. നല്ല ചൂടാണ്, വെള്ളം തെറിച്ച് വീഴാതെ ശ്രദ്ധിക്കണം. ആദ്യമേ ഒന്ന് അരത്തവി ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് ചൂട് കുറയും. വീണ്ടും ഒരു അരത്തവി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. കട്ട എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ അലിഞ്ഞോളുവേ. ഇനി ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഒരു അരക്കപ്പ് സേമിയാണ്. ഒന്ന് വറുത്തെടുക്കണം. തീ വളരെ കുറച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തും നല്ലവണ്ണം വറുത്ത് കിട്ടുന്ന രീതിയിൽ ഇളക്കിക്കൊണ്ട് വറുത്ത് മാറ്റി വെക്കണം. അത് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും കുറച്ച് നെയ്യോട് ഒഴിച്ച് ഒരു 3/4 കപ്പോളം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് അതുകൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കണേ. ഇത് ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കണം. ഒട്ടും കരിഞ്ഞു പോകാതെ വഴറ്റിയെടുക്കണം. ക്യാരറ്റ് ഇത് ഗ്രേറ്ററിൽ വലിയ കണ്ണിക്കകത്തിട്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ക്യാരറ്റ് കട്ടി കുറഞ്ഞ് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ആ ഗ്രേറ്ററിൽ വെച്ച് ക്യാരറ്റ് ഒരുപാട് അമക്കി വെച്ചുകൊണ്ട് ഗ്രേറ്റ് ചെയ്യരുത്. അപ്പോൾ നല്ല കട്ടി കൂടി കിട്ടും. അപ്പോൾ ഇവിടെ കട്ടി കുറഞ്ഞ് വേണ്ടിയത് കാരണം ഫോഴ്സ് കൊടുക്കാതെ ഗ്രേറ്റ് ചെയ്തെടുക്കണേ. അപ്പം സേമിയയും ക്യാരറ്റോടുള്ള വേവ് ഒരുപോലെയാവും. ക്യാരറ്റ് വഴന്നതിന് ശേഷം സേമിയ ഇട്ട് കൊടുക്കുക. ഇനി പാലോട് ഒഴിക്കുകയാണ്. ഇതിപ്പോൾ 1 കപ്പ് പാലൊഴിച്ചിട്ടുണ്ട്. ഇനി 1 കപ്പ് കൂടെ ഒഴിക്കണം. ഇത് ആദ്യത്തെ 1 കപ്പ് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. പായസം ആറിയതിന് ശേഷവും സാമാന്യം തിക്കുള്ള ഒരു പായസമാണ്. നിങ്ങൾക്ക് ഒരുപാട് ലൂസുള്ള പായസമോ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 കപ്പ് പാൽ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ 2 കപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഈ 2 കപ്പ് പാലിൽ വേണം ക്യാരറ്റും സേമിയയും വെന്ത് കിട്ടണം. പഞ്ചസാര ഇപ്പോൾ ചേർക്കരുത്. ഇനി ഇത് ഇളക്കി കൊടുത്തുകൊണ്ട് വേവിച്ചെടുക്കണം. കൂടെ തന്നെ പാലൊക്കെ ഒന്ന് വറ്റുകയും ചെയ്യും. അതുകൊണ്ട് കണ്ടൻസ് മിൽക്കൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. ഇത് പാലൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ക്യാരറ്റ് സേമിയൊക്കെ നല്ലവണ്ണം വെന്തിട്ടുമുണ്ട്. ഇതാ ഇവിടെ 1 തവിയോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് അതിലൊരു 3/4 സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ 2 ഏലക്കായ ഇട്ട് നല്ലവണ്ണം ഒന്ന് പൊടിച്ച് വെക്കണേ. ഇതൊന്ന് ഇളക്കി അലിഞ്ഞതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം പഞ്ചസാരയുടെ അളവ് മതിയോന്ന്. ഇതാ പോരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ തന്നെയാണ് ക്യാരമലും ചേർക്കണം. ക്യാരമലിന് മധുരമുണ്ട്. ഇതെല്ലാം അനുസരിച്ച് വേണം മധുരം ചേർക്കാനായിട്ട്. പഞ്ചസാര നല്ലവണ്ണം അലിഞ്ഞതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇതിനി ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന ക്യാരമലൂടെ ചേർക്കുകയാണ്. ഇത് ക്യാരമൽ ചേർക്കുമ്പോഴത്തേന് കളറൊക്കെ കുറച്ച് വ്യത്യാസമാകും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ടിയാവുകയും വേണം. കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി 1 തവി ചവ്വരി വേവിച്ചതാണ് ചേർക്കുന്നത്. ചവ്വരി പല സൈസിലായിട്ട് കിട്ടും. ചെറുതും വലുതുമായിട്ടൊക്കെ സൈസ് കിട്ടും. അപ്പോൾ വേകുന്നത് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് ഇത് തനിയെ വെച്ച് ഞാൻ വേവിച്ചത്. ഇനി ഇതെല്ലാം കൂടെ ലോ ഫ്ലെയിമിലിട്ട് ഒരു 6-7 മിനിറ്റ് വേവിച്ചെടുക്കണേ. പഞ്ചസാര ചേർത്ത ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യരുത്. ഇവിടെ സേമിയ എടുക്കുന്നതിലും കുറച്ച് കൂടുതലായിട്ട് വേണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാര 2 ഏലക്കായുടെ ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേർക്കണം. ഏലക്ക ചേർക്കുന്നതിന് മുമ്പായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നല്ലതാണ് ക്യാരമലിൻ്റെ ഒരു ടേസ്റ്റ്. അങ്ങനെ ഇഷ്ടമുള്ളവർ ഏലക്ക ചേർക്കേണ്ട ആവശ്യമില്ല. വേണമെന്നുള്ളവർ മാത്രം ഏലക്ക ചേർത്താൽ മതി. ഇത് അതുകൂടെ ചേർക്കുകയാണ്. ശ്രദ്ധിക്കേണ്ടത് ആദ്യമേ ക്യാരറ്റും സേമിയയും വേവിക്കുന്ന സമയത്ത് പഞ്ചസാര ചേർക്കരുത്. അപ്പോൾ സേമിയൊക്കെ വേകും, പക്ഷേ കല്ല് പോലെ സേമിയ ഇങ്ങനെ സോഫ്റ്റ് ആകാതെ കിടക്കുക. ക്യാരറ്റും സേമിയയും വെന്തതിന് ശേഷം മാത്രമേ പഞ്ചസാരയും ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കുക.
അങ്ങനെ 6-7 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം എന്താ ഒരു നുള്ളു ഉപ്പ് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചേർക്കുമ്പോൾ ആ പഞ്ചസാര തികട്ടുക എന്നുള്ള പറയത്തില്ലേ, അങ്ങനെ ഉണ്ടാകത്തില്ല, ടേസ്റ്റ് കൂടുകയും ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരല്പം നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയുടെ വറുത്തോടെ ചേർക്കുകയാണ്. വീണ്ടും വീണ്ടും നെയ്യ് ഉപയോഗിക്കേണ്ട എന്നുള്ളവർക്ക് ആദ്യമേ തന്നെ സേമിയ വറക്കുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിൽ അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ആദ്യമേ വറുത്ത് മാറ്റി വെച്ചാലും മതി. അത് ലാസ്റ്റിൽ അങ്ങ് ചേർത്താൽ മതി. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.